ഓൾ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് എസ്റ്റീം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 4ൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 5 റോബോ ദ റോബോട്ട് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുമ്പോൾ ആക്ടിവിറ്റി ബുക്ക് തുറന്നു വെക്കുക, എന്നോട് സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത ഉത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. സോ നിങ്ങളെന്താ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങളോട് എന്തൊരു കാര്യം പറയുന്നുണ്ട്. ദിസ് ഈസ് സിയ. ഇതാരാണ്? സിയയാണ്. ഷീ ഹാസ് എ വയലറ്റ് ക്യാപ്പ്. അവൾക്ക് എന്തുണ്ട്? വയലറ്റ് കളറിലുള്ള ഒരു ക്യാപ്പ്, തൊപ്പിയുണ്ട്. ഓക്കെ, നോക്കാം. ആക്ടിവിറ്റി 1, ഡു യു ഹാവ് എ ക്യാപ്പ്? നിങ്ങൾക്കൊരു ക്യാപ്പ് ഉണ്ടോ? നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഡ്രോ എ ക്യാപ്പ് ആൻഡ് കളർ ദ ക്യാപ്പ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. സോ നിങ്ങളോട് ക്യാപ്പ് വരച്ച് കളർ ചെയ്തിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് എഴുതാൻ. സോ ഇവിടെ ഒരു 5 ലൈൻസ് ഉണ്ട്. നിങ്ങളിവിടെ എഴുതുക. ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്താണ് എഴുതണം. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 2, സിയ ഫ്രണ്ട്സ് സെൻഡ് ബർത്ത്ഡേ കാർഡ്സ് ടു ഹെർ. സിയൻ്റെ ഫ്രണ്ട്സ് എന്ത് ഷെയർ ചെയ്തിട്ടുണ്ട്? ബർത്ത്ഡേ കാർഡ്സ് നൽകിയിട്ടുണ്ട്. പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ സിയ ആൻഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സിയൻ്റെ ബർത്ത്ഡേ ആണ്. സോ അവൾക്കൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് ഇവിടെ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ അത് നിങ്ങൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 3, സിയ ഗോട്ട് സോ മെനി ഗിഫ്റ്റ്സ് ഓൺ ഹെർ ബർത്ത്ഡേ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. സിയൻ്റെ അങ്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗിവ്സ് ഹെർ എ സ്പെഷ്യൽ ഗിഫ്റ്റ്. അവൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ്? നമുക്ക് കാണുന്ന പോലെ ഒരു റോബോട്ടാണ് തോന്നുന്നു അല്ലേ? വാട്ട് വാസ് ദ സ്പെഷ്യൽ ഗിഫ്റ്റ്? ഫൈൻഡ് ഇറ്റ് യൂസിങ് എ മിറർ. നിങ്ങളോട് ഇത് മിറർ ഇമേജ് ആയിട്ട് എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് നോക്കാനാണ് പറയുന്നത്. സോ എന്താണ്? സിയാസ് അങ്കിൾ ഗേവ് ഹെർ എ എന്താണ് മിറർ ഇമേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോബോട്ട് എന്ന് കിട്ടും. അപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്യണം? റോബോട്ട് എന്ന് എഴുതണം. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 4, മേക്ക് എ റോബോട്ട് യൂസിങ് മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് അതായത് നമ്മൾ തീയൊക്കെ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാച്ച് ബോക്സസ് ഇല്ലേ, എന്താ പറയുക, തീപ്പെട്ടി എന്നൊക്കെ നമ്മൾ പറയും. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റോബോട്ടിനെ ഉണ്ടാക്കണം. അത് നിങ്ങളൊരു വർക്കാണ്, അത് നിങ്ങൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ഹാവ് യു മെയ്ഡ് എ റോബോട്ട് വിത്ത് മാച്ച് ബോക്സ്. നിങ്ങൾ മാച്ച് ബോക്സ് അതായത് നമ്മളെ തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ, ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ. ഈ കാണുന്ന ബോക്സിൽ നിങ്ങൾ അതിൻ്റെ പിക്ചർ വരക്കണം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ഡിസ്ക്രൈബ് റോബോ ദ റോബോട്ട്. നിങ്ങളോട് ഈ റോബോട്ടിന് എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇവിടെ കുറച്ച് ആദ്യം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ വിട്ട് പോയിട്ടുള്ള ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. ദിസ് ഈസ് റോബോ, പിന്നെ ബ്ലാങ്ക് ആണ്. അപ്പം റോബോ ദ റോബോട്ട് എന്ന് എഴുതാം. സിയാസ് അങ്കിൾ പ്രസൻറ്റ് റോബോ ഓൺ ഹെർ ബർത്ത്ഡേ. എന്താ? സിയൻ്റെ അങ്കിള് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് റോബോ ദ റോബോട്ടിനെയാണ് കൊടുത്തിട്ടുള്ളത്. റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. നമുക്കറിയാലേ, യൂണിറ്റ് 5 കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. എന്താണ്? റോബോ സിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. റോബോ ഹാസ് 2 ലെഗ്. നമ്മളെ റോബോക്ക് എന്തുണ്ട്? 2 ലെഗ് ഉണ്ട്. നമ്മൾക്ക് പിന്നെ എഴുതാം റോബോ ഹാസ് 2 ഹാൻഡ് എന്നും എഴുതാം. അത് നിങ്ങളിവിടെ എഴുതാം. ദിസ് ഈസ് എ സ്ക്രീൻ. നമ്മൾ ആ സ്ക്രീനെ കുറിച്ചിട്ട് നമ്മൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്, അത് നിങ്ങൾ എഴുതാം. അങ്ങനെ ഇത് നമ്മുടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. then അടുത്ത് നോക്കും മക്കളെ. ആക്ടിവിറ്റി 7, റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ മദർ. സിയയും അവളുടെ അമ്മയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിയ, വാട്ട് ആർ യു ഡൂയിങ് ദർ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? സിയ, വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത് അവിടെ? അപ്പം നമ്മുടെ സിയ എന്തോ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. കോൺവേഴ്സേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. സോ നിങ്ങൾ ഈ സംഭാഷണം, സിയയും അമ്മയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. സോ സിയ എന്തോ പറയുന്നുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് ദർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സിയ എന്ത് പറയും? ഐ ആം പ്ലേയിങ് വിത്ത് റോബോ ദ റോബോട്ട്. അതുപോലെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് എന്താണ്? നമ്മുടെ സിയ എന്തൊക്കെ നമ്മുടെ കീ കാണാതെ പോകുന്നതും കഥ നിങ്ങൾക്കറിയാൻ മതിയാവും. സോ അതാണ് അവിടെ ചെറുതായിട്ട് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 8, ആഡ് മോർ ലൈൻസ്. നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ലൈൻസ്, വരികൾ ആഡ് ചെയ്യണം. ദെൻ വേർ ഈസ് ദ കീ? ഈസ് ഇറ്റ് ഓൺ ദ ടേബിൾ? നോ ഡിയർ, നോട്ട് ഓൺ ദ ടേബിൾ. അപ്പോൾ എന്താണ്? വേർ ഈസ് ദ കീ? നമ്മുടെ താക്കോൽ എവിടെയാണ്? ഈസ് ഇറ്റ് ഓൺ ദ ടേബിൾ? ടേബിൾ മേലാണോ? നോ ഡിയർ, എന്താണ്?
നോട്ട് ഓൺ ദ ടേബിൾ, ടേബിൾ മേലല്ല. സോ അതുപോലെ നിങ്ങളിവിടെ വേറെ ഒന്ന് കാണിക്കുന്നുണ്ട്. വേർ ഈസ് ദ കീ, ഈസ് ഇറ്റ് ഇൻ ദ ബോക്സ്. വേർ ഈസ് ദ കീ, എവിടെയാണ് താക്കോലുള്ളത്? ഈസ് ഇറ്റ് ഓൺ ദ ബോക്സ്, അത് ബോക്സിലാണോ പെട്ടിയിലാണോ ഉള്ളത്? നോ ഡിയർ, നോട്ട് ഡിയർ, നോട്ട് ഇൻ ദ ബോക്സ്, എന്താണ് ബോക്സിലല്ല ഉള്ളത്. വേർ ഈസ് ദ കീ, ഈസ് ഇറ്റ് ഇൻ ദ, നിങ്ങൾ ഫില്ല് ചെയ്യണം. ഈസ് ഇറ്റ് ഇൻ ദ കബ്ബോർഡ്. അപ്പോൾ എന്ത് ചെയ്യുക? നോ ഡിയർ, നോട്ട് ഇൻ ദ കബ്ബോർഡ്. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒന്നെങ്കിൽ ഇതുപോലെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എഴുതാം. ആക്ടിവിറ്റി 9, ഫൈൻഡ് ദ ഡിഫറൻസ്. നിങ്ങളോട് ഈ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. സോ ഞാൻ ഇവിടെ കുറച്ച് ഡിഫറൻസ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ഡിഫറൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ പ്ലോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, പിക്ചർ 1 എന്താ ഉള്ളത്, പിക്ചർ 2 എന്താ ഉള്ളത്? ദ കാർ ഈസ് റെഡ്, മറ്റൊരുത്ത് എന്താണ്? ദ കാർ ഈസ് യെല്ലോ. ദ ക്ലൗഡ് ഈസ് ബിഗ്, പിക്ചർ 2 ക്ലൗഡ് ബിഗ് ആണ്. ഇവിടെ എന്താണ്? പിക്ചർ 1 എങ്ങനെയാണ്? ദ ക്ലൗഡ് ഈസ് സ്മോൾ. ഇനി എന്താണ്? പിക്ചർ 1 പിക്ചർ 2 നമ്മൾ എഴുതണം ദർ ഈസ് എ സൺ എന്ന് എഴുതണം. പിക്ചർ 1 എന്തില്ല? സണ്ണില്ല. സോ ദർ ഈസ് നോ സൺ. പിന്നെ അടുത്തെന്താണ്? പിക്ചർ 1 എന്താണ്? ദർ ആർ 5 ട്രീസ് അല്ലേ. എന്നാൽ പിക്ചർ 2 എന്താണ്? ദർ ആർ 4 ട്രീസ് അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്താം? സോ ഇത്ര നമ്മൾ എഴുതിയാൽ മതി. ഇനി അതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ചേർക്കുക. ദെൻ നെക്സ്റ്റ്, ആക്ടിവിറ്റി 10, ഹിയർ ഈസ് എ അംബ്രല്ല. ഇവിടെ ഒരു അംബ്രല്ല ഉണ്ട്. സോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മേക്ക് ദ അംബ്രല്ല ബ്യൂട്ടിഫുൾ. അതിൻ്റെ അർത്ഥം നിങ്ങളോട് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. യു ക്യാൻ യൂസ് കളേഴ്സ്, നിങ്ങൾക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്സ്, അതായത് നമ്മുടെ കളർ പേപ്പറുകളില്ലേ, അത് സ്ട്രിപ്സ് ആക്കിയിട്ട്, സ്ട്രിപ്സ് എന്നാൽ ചുരുട്ടിയിട്ട് നിങ്ങൾ അതിന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഗിൽട്ടർ പൗഡർ, അതായത് നമ്മുടെ കടകളിലൊക്കെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഗിൽട്ടർ പൗഡർ 5 രൂപക്കും 2 രൂപക്കൊക്കെ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അത് ഗം യൂസ് ചെയ്തിട്ട് അംബ്രല്ല ഫുൾ കളർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിൽട്ടർ പൗഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തിട്ട് നിങ്ങളത് ചെയ്യാം. അല്ലെങ്കിൽ ഓർ ത്രെഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ നൂല് യൂസ് ചെയ്യുക, ഡിഫറെൻറ്റ് നൂല് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഈ അംബ്രല്ല എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സിയ സീയിങ്? എന്തോ സിയ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ റോബോയും സിയയും ഒക്കെ മേലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ സിയ പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഒരു ക്രോ തൻ്റെ സിയൻ്റെ തൊപ്പി, വയലറ്റ് തൊപ്പി കൊണ്ടുപോകണം അല്ലേ. എന്താണ്? ഹേ റോബോ, ദ ക്രോ ഈസ് ടേക്കിംഗ് മൈ ക്യാപ്പ്. അങ്ങനെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എഴുതുക. അതിൻ്റെ ഒരു സന്ദർഭം നോക്കിയിട്ട് വേണം എഴുതാൻ. നിങ്ങളുടെ ടെസ്റ്റിലൊരു പ്രയോഗം പറയുന്നുണ്ട്, അത് നിങ്ങളിവിടെ എഴുതണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 12, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ക്ലൂസ് ഫ്രം ദ പിക്ചർ. നിങ്ങൾ ഈ പിക്ചറിൻ്റെ ക്ലൂസ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? സെൻറ്റൻസ് ഫിൽ ചെയ്യണം. ഇവിടെ ഒരു ക്രോ നമ്മുടെ സിയൻ്റെ തൊപ്പി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. സോ ഇവിടെ എന്താണ്? എ ഡാഷ് ടുക്ക് സിയാസ് ക്യാപ്പ് അവേ. അവിടെ നമുക്ക് എന്ത് ചെയ്താം? എ ക്രോ ടുക്ക് സിയാസ് ക്യാപ്പ് അവേ എന്ന് എഴുതാം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, റോബോ ഫോൺ ദ ക്യാപ്പ് ഓൺ. എന്താണ്? ഓൺ എ. ഇവിടെ എന്താ കാണിക്കുന്നത്? ട്രീ അല്ലേ. ഓൺ എ ട്രീ എന്ന് എഴുതണം. ദെൻ നെക്സ്റ്റ്, സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദ. സിയൻ്റെ മദർ എന്താണ് നോക്കുന്നത്? വാസ് ലുക്കിംഗ് ഫോർ ദ, യെസ് നമുക്കറിയാം അല്ലേ, കീ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, ഫോർ ദ കീ. ദെൻ നെക്സ്റ്റ്, റോബോ ബിക്കം ആൻ അംബ്രല്ല അല്ലേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോറി യൂണിറ്റ് 5 സ്റ്റോറി ഫുള്ള് കാണണം. അത് ഞാൻ ഇവിടെ പിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 13, മേക്ക് ദ സെൻറ്റൻസ് ലോങ്ങർ. നിങ്ങളോട് ഈ സെൻറ്റൻസ് ഇങ്ങനെ ലോങ് ചെയ്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. സോ എന്താണ്? ദിസ് ഈസ് എ ക്രോ, ഇതൊരു ക്രോ ആണ്. ആൻഡ് ദിസ് ഈസ് എ ബ്ലാക്ക് ക്രോ, ഇതെന്താണ്? ബ്ലാക്ക് കളർ, ബ്ലാക്ക് പറഞ്ഞാൽ കറുപ്പ് കളർ ക്രോ ആണ്. ദിസ് ഈസ് എ സ്മോൾ ബ്ലാക്ക് ക്രോ, എങ്ങനെയാണ്? സ്മോൾ ആണ്, ചെറിയ ബ്ലാക്ക് ക്രോ ആണ്. ദിസ് ഈസ് എ ട്രീ, ഇതെന്താണ്? ഒരു ട്രീ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ദിസ് ഈസ് എ ഗ്രീൻ ട്രീ, നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീൻ ട്രീ എന്ന് എഴുതാം. ദിസ് ഈസ് എ എന്താണ്? തിക്ക് ഗ്രീൻ ട്രീ. അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്യണം. ഞാൻ എൻ്റെ രീതിയിലാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഇവിടെ വേറെ ഒന്ന് കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് എ ക്യാറ്റ്, ദിസ് ഈസ് എ വൈറ്റ് ക്യാറ്റ്, ദിസ് ഈസ് എ ക്യൂട്ട് വൈറ്റ് ക്യാറ്റ്. അത് ഞാൻ ഒരു ഇത് പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഈ പൂച്ചനെ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ആക്ടിവിറ്റി 14, കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. നിങ്ങളുടെ ഈ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലുക്ക് അപ്പ് വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ നമ്മുടെ ഈ പെൺകുട്ടി എന്തോ പറയുന്നുണ്ട്. ദിസ് ഈസ് റോബോ ദ റോബോട്ട്. നിങ്ങൾക്ക് രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 15 റോബോ പുട്ട് ദ ബോട്ടിൽ ദ ഡസ്റ്റ്ബിൻ. റോബോ എന്ത് ചെയ്തു? നമ്മുടെ ഡസ്റ്റ്ബിന്നിലേക്ക് നമ്മളെ ബോട്ടിൽ ഇട്ടു. ഡു നോട്ട് പുട്ട് വേസ്റ്റ് അറൗണ്ട്. എന്തോന്ന് പറയുന്നത്? ഡു നോട്ട് പുട്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്? വേസ്റ്റ് എന്ത് ചെയ്യരുത്? ചുറ്റും ഇടരുത്. അതിനൊരു ഡസ്റ്റ്ബിന്നിൽ നിങ്ങൾ ഇടണം. റൈറ്റ് എ മെസ്സേജ് ബിലോ. ഇനി ഇതിന് പറ്റിയൊരു മെസ്സേജ് നിങ്ങൾ എഴുതാനാണ്. ഇതൊരു കാര്യമാണ് നമ്മുടെ റോബോട്ട് ചെയ്യുന്നത്. അതെന്താണ്? യെസ്, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെയും ഇവിടെ അലക്ഷ്യമായിട്ട് ഇടുന്നതിന് പകരം നിങ്ങൾ ഡസ്റ്റ്ബിന്നിലിട്ട് അത് വേണ്ടപ്പെട്ടവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ഒരു ശരി. നമ്മൾ അങ്ങനെയും ഇങ്ങനെയും പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ ചുറ്റും ഇടുന്നത് ശരിയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സേഫ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എർത്തിനെ സേഫ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ഇവിടെ വന്ന് കാണിക്കുന്നുണ്ട്, ഒരു ടാപ്പിൽ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. സോ നമ്മളെന്ത് പറയണം? യെസ്, ഡു നോട്ട് എന്താണ് ഓപ്പൺ ദ ടാപ്പ് വെൻ ഇറ്റ് ഹാസ് നോ യൂസ്. നിങ്ങൾ യൂസ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾ ടാപ്പ് തുറന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സേവ് ദ വാട്ടർ, സേവ് എർത്ത്. അങ്ങനെ നിങ്ങളുടെ ഒരു രീതി നിങ്ങളിവിടെ എഴുതാം. യെസ്, ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്ത് പറഞ്ഞത്? കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ആക്ടിവിറ്റി ആണ്. ദ ബോയ് വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. യെസ്, വാക്കറാണ് അല്ലേ. നമുക്കറിയാം യൂണിറ്റ് 5 നമ്മൾ പഠിച്ചു. ബോയ് എന്തിൻ്റെ ഹെൽപ്പിലാണ് നടക്കുന്നത്? വാക്കറിൻ്റെ ഹെൽപ്പിലാണ് നടക്കുന്നത് അല്ലേ. അതുകൊണ്ട് ആ ബോയിന് എന്ത് കാണാൻ കഴിയുന്നില്ല? മുഴുവനായിട്ട് നമ്മുടെ പാർക്ക് എങ്ങനെയുള്ളതെന്ന് കാണാൻ കഴിയുന്നില്ല അല്ലേ. ദ നെക്സ്റ്റ് ആൻഡ് നൗ ഹി ഗോട്ട് എ വീൽ ചെയർ, ഹീ ഈസ് ഹാപ്പി. അപ്പം നമ്മുടെ ബോയ് എന്തിലായിരുന്നു? വാക്കർമലായിരുന്നു. അങ്ങനെ നമ്മുടെ റോബോ വന്നിട്ടത് വീൽ ചെയർ കൊടുത്തില്ലേ. നൗ ഹി ഗോട്ട് എ വീൽ ചെയർ. അവനെന്ത് കിട്ടി? ഒരു വീൽ ചെയർ കിട്ടി. ഹീ ഈസ് ഹാപ്പി. അവന് ഹാപ്പിയാണ്. ആക്ടിവിറ്റി 17 ഡിസ്ക്രൈബ് ദ പാർക്ക്. നിങ്ങളോട് ഈ പാർക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. സോ ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 4 ലൈനെങ്കിലും എഴുതണം. എത്രത്തോളം എഴുതുന്നു അത്രത്തോളം നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും. സോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നോക്കി എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 18 എന്താണ്? ദ സൺ ഈസ് ഇൻ ദ സ്കൈ. സൺ എവിടെയുള്ളത്? സ്കൈയിലാണ് സൺ ഉള്ളത്. ദ റോബോട്ട് ഈസ് ഫ്ലൈ. ദ റോബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൈ, പറക്കുന്നുണ്ട്. ദർ ഈസ് എ സ്ലൈഡ് ഇൻ ദ പാർക്ക്. പാർക്കിൽ എന്തുണ്ട്? സ്ലൈഡ് ഉണ്ട്. 2 swings are also there. അവിടെ 2 ഊഞ്ഞാലകളുണ്ട്. ലുക്ക് എ സീസോ. ഒരു സീസോയും ഉണ്ട്. സോ എന്താണ്? ആക്ടിവിറ്റി 18 ഇവിടെ എന്തോ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ബോയ് ആൻഡ് ദ ഗേൾ ലുക്കിംഗ് അറ്റ്. നമ്മുടെ ബോയും ഗേളും എന്താണ് നോക്കുന്നത് എന്നാണ് ചോദിച്ചത്. റീഡ് ദ ടെക്സ്റ്റ് ഇൻ ദ ബോക്സ് ആൻഡ് പേസ്റ്റ് അപ്രോപ്രിയേറ്റ് പിക്ചർ ഫ്രം ദ സ്റ്റിക്കർ. ഇപ്പോൾ സ്റ്റിക്കറിൽ നിന്ന് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? സ്റ്റിക്കേഴ്സ് നിങ്ങൾ എന്താണ് ആ ബോക്സിൽ പേസ്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ക്ലാസ് വർക്കാണ്. ദെൻ നെക്സ്റ്റ് കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. നിങ്ങളുടെ ആക്ടിവിറ്റി 19 കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. മദർ ചോദിക്കുകയാണ് വേർ ഈസ് ദ റോബോ. അപ്പം നമ്മുടെ സിയ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്? ഇറ്റ് ഈസ് വിത്ത് ദ ബോയ് ഇൻ ദ പാർക്ക്. അപ്പം മദർ ചോദിക്കും ബോയ് ഇൻ ദ പാർക്ക്. അല്ലെങ്കിൽ അപ്പോൾ സിയ പറയുന്നുണ്ടാവും ബോയിന് എന്തില്ല? ബോയിന് വാക്കർ വേണം, അല്ലാതെ അവന് പാർക്ക് കാണാൻ കഴിയില്ല. അത് ആ ഒരു രീതി നിങ്ങളിവിടെ എഴുതാൻ. ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു എന്താ പറയുക സാമ്പിൾ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾ എഴുതും. ദെൻ നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 20 ആഡ് ലൈൻസ് ടു ദ സോങ്. നിങ്ങളോട് ഈ സോങ്ങിലേക്ക് ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താ ലൈൻസ് നോക്കാം. മൈ റോബോട്ട്, ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ ഹാപ്പി സോങ്. ദ നെക്സ്റ്റ് അപ്പോൾ എനിക്കൊരു റോബോട്ട് ഉണ്ട്. അത് ബിഗാണ്, വലുതാണ്, സ്മാർട്ടാണ്, ബുദ്ധിയാണ് ആൻഡ് ബുദ്ധിയുള്ളതാണ്. ദറ്റ് ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങും. ആൻഡ് വിത്ത് എ ഹാപ്പി സോങ്, എന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു നല്ല സന്തോഷമായിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ട്. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് വാക്ക് അറൗണ്ട് വിത്ത് എ ഗ്രീറ്റിംഗ് കോൾ. ഇതേ ഒരു സംഭവം ഞങ്ങൾ നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതന്നെയാണ് ഇതും. അപ്പം നിങ്ങൾ ഒന്നുകിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് ക്ലാസ്. സോ നിങ്ങൾ അവിടെ പോയിട്ട് കാണണം. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ എന്താണ് നമുക്ക് എന്തും പറയാം. അത് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക. സോ ഞാൻ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 21 ഫൈൻഡ് ഔട്ട് ദി മിസ്സിംഗ് ഡിജിറ്റ്. സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദി സ്റ്റിക്കർ പേജ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഫ്രം സ്യൂട്ടബിൾ. സോ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള 11, 12, 16, 19, 20, 24, 28, 30 ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? സ്റ്റിക്കർ എന്താണ് പിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യണം. അതായത് മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ,
സോ ഇവിടെ ഈ കലണ്ടറിൽ കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള ഭാഗമുണ്ട്. സോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, ഫില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുള്ള 11 ആണെങ്കിൽ, ഫോർ ആൻ എക്സാമ്പിൾ 11 ആണെങ്കിൽ അതിൻ്റെ മേലെ വന്നിട്ട് നിങ്ങൾ 11ൻ്റെ സ്റ്റിക്കർ നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലുണ്ടാവും, അത് നിങ്ങൾ ഒട്ടിക്കണം. നെക്സ്റ്റ്, സോ നിങ്ങളുടെ സ്റ്റിക്കേഴ്സ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, 20, 24, 16, 19, 23, 30, 11, 28 ഇതുപോലെ എല്ലാത്തിൻ്റെ സ്റ്റിക്കർ നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലുണ്ട്, അത് നിങ്ങൾ ഒട്ടിക്കുക. സോ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ആക്ടിവിറ്റീസ് വെൽ. അതോടുകൂടി നമ്മുടെ ഇംഗ്ലീഷ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ EVS ക്ലാസ് 1 EVS ആയിട്ട് വരും. സോ ഇംഗ്ലീഷ് എന്താ വൃത്തിയിൽ പഠിക്കുക. അതുപോലെ ഇപ്പോൾ ഞാൻ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട്. ക്ലാസ്സുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വിടുന്നുണ്ട് ഇതിൻ്റെ പ്ലേലിസ്റ്റ്. സോ നിങ്ങൾ അവിടെ പോയിട്ട് കാണാം. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. സോ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്ന് അറിയാം, എന്നാലും നിങ്ങളിത് കാണാം. എന്നിട്ട് മനസ്സിലാത്ത ഭാഗം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ സബ്സ്ക്രൈബ്, share, like, comment. So thank you for watching. Bye until now.